ലെസ്ലി, ഞാൻ ലവ്ലി. നല്ലൊരു 4 മണി പലഹാരമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു മുട്ട മസാല ഫ്രൈ ആണ് ഞങ്ങളിന്നിവിടെ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു 4 മണി പലഹാരമാണിത്. കുറച്ച് മസാലകളൊക്കെ കൂട്ടിച്ചേർത്താണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടി കുറച്ചൊക്കെ ഇട്ട് കൊടുത്തും, മുതിർന്നവരാണെങ്കിൽ കൂട്ടി, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മുട്ട ബുൾസൈ, മുട്ട പൊരിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി മുട്ടയും മസാലകളൊക്കെ ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എഗ്ഗ് മസാല ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ 4 മുട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് 2 എണ്ണം പച്ചമുളക് എടുത്തേക്കുന്നത്, അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും. ഇനി വേണ്ട നമുക്ക് പൊടികൾ വേണം. മുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ എഗ്ഗ് മസാല ഫ്രൈ തയ്യാറാക്കാൻ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവോള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിരുന്നു വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലയും പുതിനയിലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 4 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഒരല്പം എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, ആ കളർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയിടണം. ചെറു തീയിലിട്ട് ആക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടികൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. അതും കൂടി നമുക്ക് ഇതിന് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്നതോടെ വരെ, തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആണ്, അതുവരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു എണ്ണ തെളിഞ്ഞു വരുന്നതോടെ വരെ നന്നായിട്ട് സോഫ്റ്റ് ആണ്, അതുവരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റി. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ 4 മുട്ടയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആ 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2 മിനിറ്റോളം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഒരുപാട് ഉണങ്ങി പോകേണ്ട, 2 മിനിറ്റ് നേരം നമ്മൾ കുക്ക് ചെയ്താൽ എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നമുക്കിങ്ങനെ ചിക്കി കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ വശവും ഒന്നോടെ നമുക്ക് എല്ലാ വശവും ആ മുട്ടയുടെ മസാലകളെല്ലാം അങ്ങ് പിടിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും 2 മിനിറ്റും കൂടെ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തു. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളത് അതിൻ്റെ ആ ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചും കൂടി ഡ്രൈ വേണ്ടവർക്ക് അത് ഇളക്കി കൊടുത്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഒരു ലൂസൊക്കെ ആയിട്ടൊരു വെള്ളമയം പോലെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിക്കാൻ. ഇനി ബ്രെഡിൻ്റെ കൂട്ടത്തിലോ പുട്ടിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ചൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. പിള്ളേർക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമുക്ക് വൈകുന്നേരം 4 മണിക്കൊക്കെ ഒരു ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്ത് കുട്ടികളാകുമ്പോൾ വേഗം അവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എഗ്ഗ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല സ്മെല്ലുണ്ടല്ലോ. മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വലിയ നീ കഴിച്ചോക്ക്, ഇവിടെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ ഉള്ളി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. മുളക് പൊടിയൊക്കെ ഇച്ചിരി അല്പം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ ആ മുളക് പൊടിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയും ഗരം മസാലയും ജീരകപ്പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം ഒന്നും വേണ്ട, ചപ്പാത്തി ഒന്നും വേണ്ടതേ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും കഴിക്കാൻ വളരെ ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.